കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ പങ്കാളിയായ മന്ത്രി പി രാജീവ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് കളമശ്ശേരി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളമശ്ശേരിയിൽ നിന്നും MLA ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കുസാറ്റ് റോഡിലെ കവാടത്തിൽ വെച്ച് ബാരിക്കേഡ് നിർത്തി പോലീസ് തടഞ്ഞു. പ്രതിഷേധ മാർച്ച് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തു. 500 കോടി രൂപയിലധികം ഈ ബാങ്കിൽ നിന്ന് കൊള്ള ചെയ്യപ്പെട്ടപ്പോൾ കഠിനാധ്വാനം നടത്തി വേർപ്പൊഴുക്കി അവരവരുടെ ജീവിത മാർഗങ്ങളിലൂടെ ഭാവിയെ ലക്ഷ്യം വച്ച് മക്കളുടെ കല്യാണ ആവശ്യത്തിന് വേണ്ടി, വീട് പണിക്ക് വേണ്ടി, വീടിന് സ്ഥലം വാങ്ങിക്കുന്നതിന് വേണ്ടി, അവരവരുടെ ആശുപത്രിയിലെ ചികിത്സയ്ക്ക് വേണ്ടി കൊണ്ടുവന്നിട്ട പണമാണ് ഈ ക്രിമിനൽ സംഘങ്ങൾ ഗൂഢാലോചന നടത്തി തട്ടിക്കൊണ്ടുപോയി. ആ ഗൂഢാലോചനയിൽ പങ്കാളിയായി ദീപക് സത്യപാൽ എന്ന് പറയുന്ന ഈ കേസിലെ കോടിക്കണക്കിന് രൂപ അനധികൃതമായി കൊള്ളയടിച്ചുകൊണ്ടുപോയ, വായ്പ എടുത്തുകൊണ്ടുപോയ ദീപക് സത്യപാലിന് വായ്പ ലഭിക്കാൻ അനധികൃതമായി അന്ന് CPMന്റെ എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരുന്ന പി രാജീവ് ഇടപെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ശുപാർശയിലാണ് ഈ വായ്പ നൽകിയത് എന്ന് അന്നത്തെ ബാങ്ക് സെക്രട്ടറിയായ സുനിൽ കുമാർ കൃത്യമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മൊഴി നൽകിയിട്ടുണ്ട്. ആ മൊഴിയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയത്. ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് വേണ്ടത്? ഒരു മന്ത്രി, നാട് ഭരിക്കുന്ന ഒരു മന്ത്രി, ഒരു വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ഇടപെട്ട് അനധികൃതമായ ഒരു വായ്പ ഒരു തട്ടിപ്പുകാരന് നൽകാൻ സമ്മർദ്ദം ചെലുത്തി അത് കൊടുക്കണം എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി എന്ന് കൊള്ളയടിക്കപ്പെട്ട ബാങ്കിന്റെ സെക്രട്ടറിയും ഇന്ന് മാപ്പസാക്ഷിയുമായ സുനിൽ കുമാർ പറയുമ്പോൾ ഈ മന്ത്രിസഭയിൽ ഉളുപ്പുള്ള ഒരു മുഖ്യമന്ത്രി ആണ് എന്നുള്ളത് കൊണ്ടല്ലേ ഈ രാജീവ് ഇങ്ങനെ മന്ത്രിയായി തുടരുന്നത്, ഈ നാണം കെട്ടവൻ മന്ത്രിയായി തുടരുന്നത്? ആരുടെ പണമാണ്? ഈ നാട്ടിലെ പാവപ്പെട്ടവന്റെ, ആ നാട്ടിലെ കരുവന്നൂർ, ആ പ്രദേശത്തുള്ള പാവപ്പെട്ടവന്റെ പണമാണ്, സാധാരണക്കാരന്റെ പണമാണ്. ആ പണം കൊടുക്കുന്നില്ല, ആർക്കും കൊടുക്കുന്നില്ല. ബാങ്കിൽ നിന്ന് ലക്ഷങ്ങളും കോടികളും നിക്ഷേപിച്ചവർക്ക് പണം കൊടുക്കുന്നില്ല. ഇന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസുകളിൽ പാർട്ടിയുടെ CPM ജില്ലാ സെക്രട്ടറിയും ഏരിയ സെക്രട്ടറിയും പാർട്ടിയുടെ മുഴുവൻ നേതാക്കന്മാരും കയറി ഇറങ്ങി ടൂറ് പോകുന്നത് പോലെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ പോകുന്നത്. എല്ലാ ദിവസവും CPMന്റെ ജില്ലാ സെക്രട്ടറി MM വർഗീസിനെയും ഏരിയ സെക്രട്ടറിമാരെയും പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗങ്ങളെയും ജനപ്രതിനിധികളെയും എല്ലാവരെയും വിളിച്ച് ചോദ്യം ചെയ്യുകയാണ്. എത്ര തെളിവുകളാണ് ഈ അന്വേഷണ സംഘത്തിന് ലഭിച്ചത്? SC മൊയ്തീൻ എന്ന് പറഞ്ഞ CPMന്റെ മുൻ ജില്ലാ സെക്രട്ടറിയും മുൻ മന്ത്രിയും ഇപ്പോഴത്തെ MLAയും ആയിട്ടുള്ള ആൾക്കെതിരായി ഗുരുതരമായിട്ടുള്ള തെളിവുകളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ ലഭിച്ചിട്ടുള്ളത്. അപ്പൊ ചെറിയ പുള്ളികളല്ല ഈ കരുവന്നൂർ ബാങ്ക് കൊള്ളയിൽപ്പെട്ടിട്ടുള്ളത് എന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് മുഴുവൻ മനസ്സിലായി. അരവിന്ദാക്ഷൻ എന്ന് പറയുന്ന AC മൊയ്തീന്റെ വലം കൈയായിട്ടുള്ള വടക്കാഞ്ചേരി നഗരസഭയിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായിട്ടുള്ള അരവിന്ദാക്ഷൻ ജയിലിലാണ്. ആ അരവിന്ദാക്ഷനും അതുപോലെ തന്നെ AC മൊയ്തീന് വേണ്ടപ്പെട്ടിട്ടുള്ള AC മൊയ്തീന്റെ അടുത്ത സുഹൃത്തുക്കളും ബിനാമികളുമായിട്ടുള്ള ആളുകളുടെ പേരിലാണ് ഈ പണം മുഴുവൻ അടിച്ചുകൊണ്ടുപോയത്, കൊള്ളയടിച്ചുകൊണ്ടുപോയത്. ഈ ദീപക് സത്യപാൽ എറണാകുളത്തുള്ള ആളാണ്. ആ ആൾക്ക് എങ്ങനെയാണ് കരുവന്നൂർ ബാങ്കിൽ, സഹകരണ ബാങ്കിൽ നിന്ന് വായ്പ ലഭിക്കാൻ പി രാജീവിന് എങ്ങനെയാണ് ശുപാർശ ചെയ്യാൻ സാധിക്കുക? പി രാജീവിന് സഹകരണ ബാങ്കിന്റെ നിയമങ്ങൾ അറിയാവുന്ന ആളാണ്, വക്കീലാണ്, നിയമമന്ത്രി കൂടിയാണ്. അതിപ്പോഴല്ല, CPM ജില്ലാ സെക്രട്ടറി ആയിരുന്ന കാലഘട്ടത്തിൽ എറണാകുളത്ത് താമസിക്കുന്ന, എറണാകുളത്ത് വോട്ടുള്ള ദീപക് സത്യപാൽ എന്ന് പറയുന്ന ഒരു തട്ടിപ്പുകാരന് എങ്ങനെയാണ് കരുവന്നൂർ ബാങ്കിൽ നിന്ന് വായ്പ കൊടുക്കാൻ രാജീവിന് എങ്ങനെയാണ് പറയാൻ കഴിയുക? രാജീവ് പറയുന്നത് അനധികൃതമായിട്ട് ഞാൻ ഇടപെട്ടിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പൊ
ബാങ്കിൽ നിന്ന് ദീപക് സത്യപാലിന് വായ്പ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് അനധികൃതമായിട്ടുള്ള ഇടപെടലല്ലേ? അംഗീകാരത്തോട് കൂടിയിട്ടുള്ള ഇടപെടലല്ലോ. എറണാകുളത്ത് താമസിക്കുന്ന ഒരാൾക്ക് ബാങ്കിന്റെ പരിധി, ഇവിടെ സഹകരണ ബാങ്ക് പ്രസിഡന്റുമാർ എല്ലാവരും നിൽക്കുകയാണ്. ആ ബാങ്കിന്റെ പരിധിയിൽപ്പെട്ട ആളുകൾക്ക് മാത്രമാണ് വായ്പ ലഭ്യമാക്കാൻ സാധിക്കുകയുള്ളൂ. ആ പരിധിയിൽപ്പെടാത്ത ഒരാൾക്ക് എങ്ങനെയാണ് വായ്പ കൊടുക്കാൻ സാധിക്കുക? ഇയാൾക്ക് തന്നെയല്ലേ കൊടുങ്ങല്ലൂർ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് വായ്പ കിട്ടിയത്? ഇയാൾക്ക് തന്നെയല്ലേ അയ്യന്തോൾ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നിന്ന് 7 കോടി രൂപയിലധികം വായ്പ കൊടുത്ത് തട്ടിപ്പ് നടത്തിയതിന്റെ പേരിൽ കേസുള്ളത്? അപ്പൊ ഈ തട്ടിപ്പുകാർക്ക് ഒത്താശ ചെയ്ത് കോടിക്കണക്കിന് രൂപ കൊള്ളയടിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്ത പി രാജീവും ആ രാജീവിനും ഈ തട്ടിപ്പിൽ പങ്കുണ്ട്. രാജീവിന് അതിനകത്ത് നിന്ന് ഒഴിഞ്ഞു പോരാൻ സാധിക്കില്ല. കാരണം അതിന്റെ പിന്നിൽ കുറെ യാഥാർത്ഥ്യങ്ങളുണ്ട്. ഈ തട്ടിപ്പ് സംഘങ്ങൾ മുഴുവൻ നടത്തിയ ഈ അഴിമതികളെ കുറിച്ച് പാർട്ടിക്ക് കൃത്യമായ ബോധ്യമുണ്ടായിരുന്നു. അന്ന് പാർട്ടി സെക്രട്ടറിയായ AC മൊയ്തീനും അതിനുശേഷം പാർട്ടി സെക്രട്ടറിയായ അമ്മു വർഗീസിനും കൃത്യമായ ബോധ്യമുണ്ട്. പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ബാങ്കിന്റെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായിട്ടുള്ള ലോക്കൽ കമ്മിറ്റിയും ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ പാർട്ടിക്ക് പരാതി നൽകിയിട്ടും നടപടി സ്വീകരിച്ചില്ല. ഇതെല്ലാം നിൽക്കുമ്പോഴാണ് അനധികൃതമായിട്ടുള്ള വായ്പയ്ക്ക് വേണ്ടി രാജീവിന്റെ ഇടപെടൽ ഉണ്ടാകുന്നത്. എങ്ങനെയാണ് സഖാവേ നിങ്ങൾക്ക് ഇതുപോലെ ഈ സഹകരണ ബാങ്കുകളിൽ പാവപ്പെട്ടവൻ കൊണ്ടുവന്നിട്ട പണം എങ്ങനെയാണ് കൊള്ളയടിച്ചു കൊണ്ടുപോകാൻ നടക്കുന്നത്? അപ്പൊ കളമശ്ശേരി ബാങ്ക് പിടിക്കാൻ നടക്കേ, കളമശ്ശേരി ബാങ്ക് ഈ തട്ടിപ്പാളത്തിനാണ് കോടിക്കണക്കിന് രൂപ അവിടെ ഉണ്ടല്ലോ, 400 കോടി. ഈ പണം കാണുമ്പോൾ കണ്ണ് മഞ്ഞളിച്ചു പോകുന്ന സഖാക്കന്മാരെയാണ് ഇന്ന് ഈ കാലഘട്ടത്തിൽ CPM-ന് ഉള്ളത് എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇതുപോലെ പണം കാണുമ്പോൾ ആർത്തിയും ആർഭാട ജീവിതവും നയിക്കുന്ന നേതാക്കന്മാരാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുതൽ രാജീവ് വരെ അതിന്റെ താഴേക്കുള്ള മുഴുവൻ നേതാവും. ഇവിടെ ഉണ്ടായിരുന്നല്ലോ ഒരു ഏരിയ സെക്രട്ടറി, രാജീവിന്റെ സന്നദ്ധ സഹചാരി. പാർട്ടി അന്വേഷണം നടത്തി, എറണാകുളം ജില്ലാ പാർട്ടി സെക്രട്ടേറിയറ്റ് അന്വേഷണം നടത്തി 5 വീട് അദ്ദേഹത്തിനുണ്ടെന്നാണ് കണ്ടെത്തിയത്. ഞങ്ങൾ ആരും കൊടുത്ത പരാതിയല്ല, ബ്രാഞ്ച് കമ്മിറ്റി കൊടുത്ത പരാതിയാ. ആർക്ക്? തട്ടിപ്പുകാരൻ സക്കീർ ഹുസൈന് 5 വീടുണ്ടെന്ന്. 5 വീടുണ്ട്, അനധികൃതമായിട്ടുള്ള സമ്പാദ്യം, കോടിക്കണക്കിന് രൂപയുടെ വീടുകളാണ്. എങ്ങനെ ഉണ്ടായത്? വല്ല വേർപ്പൊഴുക്കിയിട്ടാണ്. ഇവരെ സംരക്ഷിക്കുകയാണ് രാജീവ്. അപ്പൊ സക്കീർ ഹുസൈനെ സംരക്ഷിക്കുന്ന രാജീവിനെ ആരെയും സംരക്ഷിക്കാൻ പറ്റും? പാർട്ടി വിരുദ്ധമായി പാർട്ടി കണ്ടെത്തിയ അഴിമതിക്കാരനും അതുപോലെ ആളുകളെ ഉപദ്രവിക്കുന്ന ആളുമായിട്ടുള്ള സക്കീറിനെ പോലെയുള്ള ആളുകളെ ഇപ്പോഴും വീട്ടിലിരുത്തി സംരക്ഷിക്കുന്ന രാജീവിനെ സംബന്ധിച്ചിടത്തോളം ഏത് അഴിമതിക്കാരനെയും ഏത് കൊള്ളക്കാരനെയും സംരക്ഷിക്കാൻ കഴിയും എന്നുള്ളത് തെളിയിച്ചിരിക്കുകയാണ്. രാജീവിന്റെ ഭാര്യയ്ക്ക് എങ്ങനെയാ ജോലി കിട്ടിയത്? വാണി കേസരിക്ക് എങ്ങനെയാ കൊച്ചി സർവകലാശാലയിൽ, എങ്ങനെയാ സ്കൂൾ ഓഫ് ലീഗൽ സ്റ്റഡീസിൽ ജോലി കിട്ടിയത്? അനധികൃതമായി കിട്ടിയ ജോലിയാണ്. സ്വന്തം ഭാര്യയ്ക്ക് അനധികൃതമായി ജോലി കിട്ടി. സ്വന്തം കുടുംബത്തിൽ എങ്ങനെയാ ഈ പണം മുഴുവൻ ഉണ്ടാകുക? രാജീവ് എവിടെയാണ് ജോലിക്ക് പോയിട്ടുള്ളത്? എന്ത് സംരംഭമാണ് രാജീവിനുള്ളത്? കോടിക്കണക്കിന് രൂപയാണ് ബിനാമി പേരിൽ വിവിധങ്ങളായിട്ടുള്ള ആളുകളുടെ പേരിലുള്ളത്. ഇതൊക്കെ ജനങ്ങൾ അറിയാൻ പോകുന്നുള്ളൂ. ഇതൊന്നും ജനം അറിയില്ല എന്നാണ് രാജീവും കൂട്ടരും കരുതുന്നത്. കോടിക്കണക്കിന് രൂപയാണ് ഇവരുടെയൊക്കെ പേരിൽ 10 വർഷക്കാലത്തെ ഈ ഭരണത്തിനിടയിലും പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു കോടികളാണ് സമ്പാദിച്ചിട്ടുള്ളത്. അതുകൊണ്ടല്ലേ ഇവിടെ സ്വാഗത പ്രാസംഗികൻ സൂചിപ്പിച്ചല്ലോ, ജോഷി എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട പാർട്ടി പ്രവർത്തകൻ. ആരാ ജോഷി എന്ന് ഈ സഖാക്കന്മാരൊന്ന് അന്വേഷിക്കണം. ഈ കളമശ്ശേരിയിലെ സഖാക്കന്മാരൊന്ന് അന്വേഷിക്കണം. EMS ശങ്കരൻ നമ്പൂതിരിപ്പാട് ഉൾപ്പെടെയുള്ള ആളുകൾ ആ കാലഘട്ടത്തിൽ ഒളിവിൽ കഴിഞ്ഞ വീടാണ് ജോഷിയുടെ വീട്, കാട്ടൂരിലെ ജോഷിയുടെ വീട്. ജോഷിയുടെ അമ്മ ഉണ്ടാക്കി കൊടുത്ത ഭക്ഷണം കഴിച്ചവരാണ് ഈ EMS-ഉം അതുപോലെ ഒളിവിൽ കഴിഞ്ഞ നേതാക്കന്മാരും. പ്രതിഷേധക്കാർക്കെതിരെ പോലീസ് ജലപീരങ്കി ഉപയോഗിക്കുകയും 17 കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. കളമശ്ശേരി ബ്ലോക്ക് പ്രസിഡന്റ് മധു പുറക്കാട് അധ്യക്ഷത വഹിച്ചു. KPCC ജനറൽ സെക്രട്ടറി അബ്ദുൽ മുത്തലിബ്, KV പോൾ, KR നന്ദകുമാർ, VK ഷാനവാസ്, ഫ്രാൻസിസ് തയ്യിൽ, സീമ കണ്ണൻ, സുരേഷ് മുട്ടത്തിൽ, സൈന ബാബു എന്നിവർ സംസാരിച്ചു. ഷംസു തലക്കോട്ടിൽ, റിയാസ് പുളിക്കായത്ത്, അബ്ദുൾ റസാഖ്, മുഹമ്മദ് ചൌട്ടിത്തറ, അബ്ദുൽ അസീസ്, NR ചന്ദ്രൻ, MA വഹാബ്, റഫീസ് അടമ്പയിൽ, ഷൈജ ബെന്നി, മിനി ബെന്നി, ബിന്ദുരാജ്, നജീബ് തുടങ്ങിയവർ നേതൃത്വം നൽകി.
ന്യൂസ് 95 കളമശ്ശേരി.